ഈശ്വരനെ കിട്ടണമെങ്കിൽ നന്നായി അധ്വാനിക്കണം. നന്നായി അധ്വാനിക്കണമെങ്കിൽ കാരിരുമ്പ് പോലുള്ള ശരീരം വേണം. അതുകൊണ്ടാണ് സൂര്യ നമസ്കാരാദി ക്രിയകൾ നിർബന്ധമായി ചെയ്യണം എന്ന് പറഞ്ഞത്. അത് മറ്റൊരു പ്രധാനപ്പെട്ട ധ്യാനമാണ്. സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് ഒരു വ്യായാമമല്ല. വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള ഊർജത്തെ വ്യയം ചെയ്ത് കളയുന്നതാണ്. ഉള്ളിലുള്ള എനർജിയെ പുറത്തേക്ക് കളയുന്നതാണ്, ഫാറ്റിനെ റിലീസ് ചെയ്യിക്കുന്നതാണ്. പക്ഷേ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ ഗായത്രിയോടൊപ്പമാണ് ചെയ്യുക. കിഴക്കോട്ട് നോക്കി ഗായത്രി മന്ത്രം ഉച്ചരിച്ച് ഓം ഭൂർഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്, ഹേ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ, അങ്ങ് സൂര്യസമാനനായിട്ട് എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുമാറാകണമേ എന്നാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സൂര്യന് നേരെ നോക്കിക്കൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്തെ ഊർജത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ്. എല്ലാ ഊർജങ്ങളുടെയും ഉറവിടം സൂര്യനാണ്. സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജത്തെ സ്വീകരിക്കുന്ന പദ്ധതിയാണ് സൂര്യ നമസ്കാരം. നേരിട്ട് സൂര്യരശ്മികളിൽ നിന്ന് എനർജിയെ സ്വീകരിക്കുക. അപ്പോൾ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ആ സൂര്യനെ ഉൽപ്പാദിപ്പിച്ച ഭഗവാന്റെ ചൈതന്യമാണ്. ആ ചൈതന്യവും ആ ഭഗവാനും ഒത്തുചേരുമ്പോൾ, ആ ആനന്ദം ഒത്തുചേരുമ്പോൾ ശരീരത്തിൻ്റെ കണകണങ്ങളിൽ ഒരു വലിയ ഊർജത്തിൻ്റെ ഉറവിടം അണ പൊട്ടി ഒഴുകാൻ തുടങ്ങും. നമ്മുടെ കണ്ണുകളിൽ തേജസ് വർദ്ധിക്കും. കാരണം ചന്ദ്രമാ മനസ്സോജാത ചക്ഷോ സൂര്യോ അജായത. ചക്ഷു സൂര്യനാണ്. കണ്ണുകളിലെ പ്രകാശം വർദ്ധിക്കും, ബുദ്ധി പ്രകാശം വർദ്ധിക്കും. ഇതിനാണ് സൂര്യ നമസ്കാരം പ്രതിദിനം ചെയ്യണമെന്ന് പറയുന്നത്. മറ്റെന്ത് ചെയ്താലും ഇത്രയധികം തേജസ് ലഭ്യമാവില്ല. നമ്മളെ പ്രാചീന ആചാര്യന്മാരും ആര്യന്മാരും ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിരുന്നില്ല. ഇന്ന് നമ്മൾ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു, അത് വ്യയം ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വ്യയം ചെയ്യാൻ വേണ്ടി വീണ്ടും പ്രവർത്തിക്കുന്നു. പണ്ടങ്ങനെയല്ല. ഭക്ഷണം വളരെ കുറച്ചേ വേണ്ടൂ. കാരണം സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജത്തെ സ്വീകരിക്കാനുള്ള ശേഷിയും ശേമുഷിയുമുള്ളവരായിരുന്നു പ്രാചീന ആര്യന്മാർ. അതുകൊണ്ടാണ് 164 വയസ്സിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി അർജുനന് രംഗത്തിറങ്ങാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തേക്കാൾ പ്രായമുള്ള ദ്രോണനും, അപ്പോൾ എത്ര പ്രായമായിരിക്കും ദ്രോണർക്കും ഭീഷ്മർക്കും എന്നാലോചിക്കുക. വൃദ്ധന്മാരായിട്ട് പോലും അവര് ആത്മാർത്ഥമായി യുദ്ധത്തിനിറങ്ങുമ്പോൾ അവരുടെ ഈ കഴിവുകൾ എങ്ങനെയുണ്ടായി? ഭക്ഷണം കൊണ്ട് നേടിയതല്ല. അവർ നേടിയെടുത്ത ആരോഗ്യത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഊർജസമാനമായ സൂര്യ തേജസ്സിൽ നിന്ന് നേരിട്ട് ആവാഹിച്ചെടുത്തവയായിരുന്നു.